ഇന്നിപ്പോൾ ഈ പോത്തുകല്ല് മുണ്ടേരി ഭാഗങ്ങളിലായി എന്തൊക്കെ തെരച്ചിലാണ് നടത്തുന്നത്? കാരണം ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണോ അവിടെ ഇന്നും നടക്കുന്നത്? തീർച്ചയായിട്ടും ജിൽസി, ഈ ചാലിയാറിൻ്റെ ഓരങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വിവിധ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എല്ലാവരുടെ നേതൃത്വത്തിൽ, പോലീസുകാരോടും അതുപോലെ തന്നെ മറ്റു സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വലിയ തിരച്ചിലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഞാനിപ്പോൾ ഉള്ളത് മുണ്ടേരിയിലാണ്, മുണ്ടേരി ഫാമിനുള്ളിലാണ്. ഇവിടെ നിന്നാണ് ഇനി മുകളിലേക്ക് അങ്ങോട്ട് ഡീപ്പ് ഫോറസ്റ്റ് ആണ്. നമ്മൾ ഇന്നലെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ, പ്രത്യേക സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അത് എങ്കിൽ പോലും നമ്മൾ ഒരല്പം ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു. പക്ഷേ നമുക്ക് മറ്റാരുടെയും സഹായമില്ലാതെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇങ്ങോട്ടേക്ക് പോരുന്ന വഴി ഇപ്പോൾ 2 മൃതദേഹങ്ങൾ ഇവിടെ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർക്ക് ലഭിക്കുകയുണ്ടായി. അത് പനങ്കയത്ത് നിന്നാണ്. പനങ്കയത്ത് നിന്ന് 2 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ആദ്യമായിട്ട് 2 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്. അത് ഇപ്പോൾ പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുഴയുടെ ഓരോ ഭാഗങ്ങളിലും ഓരോ തിരിവുകളിലും ഈ സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇന്നലെ ഈ ഉൾവനങ്ങളുടെ പകുതി ഭാഗങ്ങളിലേക്ക് കയറിപ്പോയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതും ഏറെ ദയനീയവും വേദനാജനകവുമായ കാഴ്ചകളായിരുന്നു. കാരണം മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒഴുകി വരുന്ന ഈ മരക്കമ്പുകളിലും മരത്തടികളിലും ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. പുഴ ഇങ്ങനെ ഒഴുകി തിരിഞ്ഞു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ മരങ്ങളെല്ലാം തന്നെ ഇങ്ങനെ കൊണ്ട് തള്ളിയിട്ടിരിക്കുകയാണ്. അതിലൂടെ ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് കയറിപ്പോകുന്നത്. ആ സമയത്ത് ആ മരത്തടികൾക്കുള്ളിൽ ഒരുപാട് വീടിൻ്റെ ഭാഗങ്ങൾ, വീടിൻ്റെ ജനൽ ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ പാത്രങ്ങൾ, ചെരുപ്പുകൾ, ആ മരത്തടികളിൽ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ എത്ര വേദനാജനകമായ കാര്യമാണ്. ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് പോലെയുള്ള അങ്ങിങ്ങായി ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നു കിടക്കുന്ന ഒരു സാഹചര്യങ്ങൾ. രക്ഷാപ്രവർത്തകർ അത് അവരുടെ തുണികളിലും ഒക്കെ അവരുടെ റെയിൻകോട്ടുകളിലും ഒക്കെ പൊതിഞ്ഞുകൊണ്ട് അതിങ്ങനെ മരത്തടിയിലും ഒക്കെ തൂക്കിക്കൊണ്ട് കൊണ്ടുവരിക. കാരണം ഏരിയയാണ്, അവിടെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ്. അവിടെയാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വം രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്നിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുകൾ ഭാഗങ്ങൾ, ഡീപ്പ് ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ ഈ തമ്പ്രാട്ടിക്കല്ല്, മുണ്ടേരി ഭാഗങ്ങൾ, ഉൾഭാഗങ്ങളിലേക്കൊക്കെ തെരഞ്ഞ് മൃതദേഹങ്ങൾ അന്വേഷിച്ച് പോവുകയാണ് എന്നുള്ളതാണ്. ഇപ്പം നിരവധി സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പം പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇവിടെ IRW പ്രവർത്തകർ തന്നെ ചേരുകയാണ്. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ രാവിലെ തിരൂരിൽ നിന്നാണ്, 4 മണിക്ക് പുറപ്പെട്ടതാണ്. ഇവിടെ ഞങ്ങൾ 7 മണിയാകുമ്പോൾ എത്തി. ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴയിലൂടെ ബോഡികൾ ഒഴുകി വരുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ 2 ബോഡി നമ്മളെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ എപ്പോഴാണ് ഇത് വരിക എന്ന് അറിയാൻ കഴിയില്ല. ഈ പുല്ലുകൾക്കിടയിലും ഒക്കെ അത് വന്നു ചേർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ തെരഞ്ഞുകൊണ്ട് ചിറകുണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാതെ പ്രവർത്തകർ, അതായത് ഈ പുഴയുടെ ഓരോ ഓരങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ വന്നു നിൽക്കുന്നത്. അപ്പോൾ ആ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് തരാൻ വേണ്ടി ഇതുപോലെ പുഴയുടെ ഈ മുഴുവൻ ഭാഗങ്ങൾ, പോത്തുകല്ല് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ഇങ്ങനെ പ്രവർത്തകർ ഇറങ്ങി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് പുഴ കയറിയ ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ പുഴവെള്ളം ഒലിച്ചു വന്ന് ഇങ്ങോട്ടൊക്കെ വന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇവിടുന്ന് പുഴ ഇറങ്ങി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ചെരുപ്പുകളൊക്കെ, കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ ഉള്ളവ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നമ്മൾ ഇനി കുറച്ച് അപ്പുറത്തേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ച് ഈ ലൈവ് നൽകുന്നത്. ഇതിൻ്റെ ഭീകരത നമുക്കറിയാം. ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നിടത്തെല്ലാം തന്നെ കരയിലേക്ക് കയറി ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ മരങ്ങളും മറ്റുമൊക്കെ ഇങ്ങോട്ടേക്ക് ഇവിടെ ഉപേക്ഷിച്ചാണ് പിന്നീട് പുഴ അങ്ങോട്ടേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും വളരെ ദയനീയമായ അല്ലെങ്കിൽ വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ പുഴയുടെ ഓരങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക്
നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 4 മണിയോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ 6 മൃതദേഹങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ലഭിച്ചത്. ഈ മുണ്ടേരി ഈ പ്രദേശത്തുള്ള ആളുകൾ, കാരണം അവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നതാണ്. അവരങ്ങ് ഡീപ്പ് ഫോറസ്റ്റിലേക്കായിരുന്നു പോയിരുന്നത്, ഉള്ളിലേക്ക് പോയിരുന്നു. അവിടെ നിന്നാണ് അവർക്ക് ഈ മൃതദേഹങ്ങൾ ലഭിച്ചത്. അവർ പറയുന്നത്, ഇന്നലെ തന്നെ പറയുന്നത്, മുകളിൽ ധാരാളം മൃതദേഹങ്ങൾ ഉണ്ട്, അവിടേക്ക് പോകണം, അവിടേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിത്തരണം എന്നുള്ള കാര്യമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീപ്പുകളിലും ട്രാക്ടറുകളിലുമായിരുന്നു ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത്. പിന്നീട് ഇവിടെ ഈ ഫാമിൽ എത്തിയതിന് ശേഷമാണ് ആംബുലൻസുകളിൽ അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിരുന്നതെന്നാണ്. പല മൃതദേഹങ്ങളും മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങളായിരുന്നു എന്നുള്ളത് കൂടി പറയേണ്ടിയിരുന്നു. കാരണം പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു, അത്രയേറെ വികൃതമായ രീതിയിൽ ആയിരുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. മുകൾ ഭാഗത്ത് രക്ഷാപ്രവർത്തകരുടെ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ജിൽസി.